നമുക്ക് ഇന്നൊരു സെലിബ്രിറ്റീസ് കുറെ സെലിബ്രിറ്റീസ് ഉണ്ട്. ആ സെലിബ്രിറ്റീസിന്റെ വീട്ടിൽ പോയിട്ട് ഒരു ഓണക്കോടിയും സമ്മാനങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. മാവേലിയുടെ കൂടെ ഞാൻ വരാനോ? ആരുടെ വീട്ടിലേക്കാന്ന് അറിയുന്നില്ല, നമ്മള് പോവാണ്. ഇതൊക്കെ കൊടുക്കാം. ക്രിസ്മസ് ഒന്നും കൂടിയില്ലെങ്കിൽ പിന്നെ എന്നെ കൂട്ടാക്കില്ല എന്നുള്ള കാരണം അച്ഛനമ്മയുടെ ഏക മകളാണ്. സോ അപ്പം ഞാനും അത് മനസ്സിലാക്കി ഞാൻ എപ്പോഴും ആ സമയങ്ങളിൽ ഞാൻ വീട്ടിലേക്ക് എത്താറുണ്ട്. പാട്ട് പാടിയാലോ? ഓണപ്പാട്ട്. മാവേലി തുടങ്ങും. ഞാൻ തുടങ്ങണ്ട. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. അപ്പൊ നിങ്ങൾ സദ്യ വെച്ചോ? ഇല്ലല്ല, സദ്യ ഓർഡർ ചെയ്ത് കഴിക്കും. എവിടെ ഓർഡർ ചെയ്യുന്ന വേണ്ടത്? ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കുറെ സംഭവങ്ങളൊക്കെ. അപ്പോൾ കല്യാണം ഇനി എൻഗേജ്മെന്റോ എല്ലാം കഴിഞ്ഞു. എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞു. അത് ഞാൻ ഫോട്ടോ ഒന്നും ഇട്ടിട്ടില്ല. പണ്ട് വീട്ടിലൊക്കെ വരുമായിരുന്നു എല്ലാ ഓണത്തിനും. ആണല്ലേ? ആ ഉണ്ണിയപ്പം എടുത്തോണ്ട് പോയില്ലേ? മാവേലി അങ്ങനെയൊക്കെ അല്ലേ പറയാ. വിളിച്ചു പറഞ്ഞിട്ടൊക്കെയാണ് ഓണത്തിന്റെ ഗിഫ്റ്റ് കൊണ്ടൊക്കെ വരുന്നത്. ഇപ്പൊ ഞാൻ ഓണത്തിന് വേണ്ടി വീട്ടിൽ പോവുകയാണ്. വീട്ടിൽ ബോംബെക്ക് പോവാണോ? അതെ അതെ. ഓണം ഹോളിഡേസ് അവിടെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. തിരുവോണം. ഞാനും ഇന്ന് വീട്ടിലിരുന്ന് സദ്യയൊക്കെ കഴിച്ച് ഓണമൊക്കെ ആഘോഷിച്ച് ഇങ്ങനെ ഇരിക്കേണ്ട ദിവസമാണ്. അപ്പൊ എന്നെ വിളിച്ചിട്ട് പറയാണ് ഇന്ന് അത്യാവശ്യമായിട്ടൊരു ഇന്റർവ്യൂ ഉണ്ട്, നമുക്ക് അത്യാവശ്യമായിട്ടൊരു പ്രോഗ്രാമിന് പോകണം, വരണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞു. ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരാളെയും കാണുന്നില്ല. എൻ്റെ കൂടെയുള്ള ടീമോ ഒന്നും ഇവിടെ എത്തിയിട്ടുമില്ല. ഞാൻ വിളിക്കുമ്പോഴും ഒരു ഫോൺ എടുക്കുന്നില്ല. എന്താ ചെയ്യണ്ടേന്നും അറിയുന്നില്ല. ഞാനിപ്പോൾ തിരുവോണം ആയിക്കൊണ്ട് ദേ ഈ റോഡിൽ ഇങ്ങനെ നിൽക്കുന്ന പെട്ട അവസ്ഥ എന്ന് തന്നെ പറയാം. എവിടെയാണോ അവര്? അയ്യോ മാവേലി ഇങ്ങനെ. അയ്യോ എനിക്ക് ഒരുപാട് സന്തോഷമായി. മാവേലിക്ക് എങ്ങനെ എന്നെ മനസ്സിലായേ? എനിക്കറിയാലോ. എങ്ങനെ അറിയാം? മാവേലിക്ക് എല്ലാവരുടെയും പേരൊക്കെ അറിയോ? ജനങ്ങളുടെ ഒക്കെ. ഓ മാവേലി, ഇന്ന് ഞാൻ ഒരു ചാനലില് ഷൂട്ട് ചെയ്യുന്നുണ്ട്, പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഷൂട്ട് ഉണ്ട്, അതിന് വേണ്ടിട്ട് വന്നതാ ഇവിടെ. സിനിമയല്ല, ഇന്റർവ്യൂസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഷൂട്ട് ഇന്നിപ്പോ തിരുവോണൊക്കെ ആയതുകൊണ്ട് ഓണ സ്പെഷ്യൽ ഒരു ഷൂട്ട് എടുക്കാൻ വന്നതാ. പക്ഷെ എന്റെ കൂടെയുള്ള പയ്യന്മാര് ടീം ഒന്നും ഇവിടെ എത്തിയിട്ടില്ല. അപ്പൊ ഞാൻ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. ഇവിടെ ഇന്ന് ഒരു ദിവസം എന്നോട് വരാമോ? നമുക്ക് ഇന്നൊരു സെലിബ്രിറ്റീസ് കുറെ സെലിബ്രിറ്റീസ് ഉണ്ട്. ആ സെലിബ്രിറ്റീസിന്റെ വീട്ടിൽ പോയിട്ട് ഒരു ഓണക്കോടിയും സമ്മാനങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. മാവേലിയുടെ കൂടെ ഞാൻ വരാനോ? ആരൊക്കെ സെലിബ്രിറ്റീസാ? അതൊക്കെ ഞാൻ പറയാ, എന്റെ കൂടെ വരോ? പക്ഷെ നമ്മള് ചുമ്മാ അങ്ങനെ ചെന്ന് എല്ലാ സെലിബ്രിറ്റീസിന്റെ വീട്ടിൽ പോയി അവർക്ക് ഇഷ്ടാവോ മാവേലി? പിന്നില്ലേ, എന്താ അത് രമ്യ ഉണ്ടല്ലോ കൂടെ, പിന്നെ ഞാനും ഉണ്ടല്ലോ. അതെ, അതൊക്കെ ഇഷ്ടപ്പെടും. എന്നാലും നമ്മള് വെറുതെ കൈവീശി അങ്ങ് ചെല്ലും. ഓണൊക്കെ അയക്കണ്ടേ? പിന്നെ ഓണക്കോടിയും സമ്മാനങ്ങളും എല്ലാം എന്റെ കയ്യിലുണ്ട്. എവിടെയുണ്ട്? അതൊക്കെ ഉണ്ട്, ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതൊക്കെ എടുത്ത് ഏതൊക്കെ സെലിബ്രിറ്റീസ് അത് ഞാൻ പറയില്ല. നല്ല എല്ലാവർക്കും ഇഷ്ടമുള്ള ആൾക്കാരാണോ? ഉറപ്പായിട്ടും. ആണോ? എന്നെ വിശ്വാസമാണോ? പിന്നെന്താ, മാവേലിന്റെ വിശ്വാസമല്ലേ? കൂടെ പോരോ? ഓക്കെ, എന്നാ വരാം. ഒരു മിനിറ്റ് മാവേലി. അപ്പോൾ മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഓണമേളം 2024 ടൈറ്റിൽ സ്പോൺസർ ബൈറ്റ് ഹോംസ് ഫോർ പകുതി പണം കൊണ്ട് വീട് നിർമ്മിക്കാം. സെലിബ്രേറ്റഡ് ബൈ തൊടുപുഴ മഹാറാണി വെഡിംഗ് കളക്ഷൻസ്. ഹോസ്പിറ്റാലിറ്റി പാർട്ട്ണർ ഹോട്ടൽ ഹോളിഡേ ഇൻ കൊച്ചിൻ. ഡയറ്റ് പാർട്ട്ണർ പാം ട്രീ. ഗ്രീൻ പാർട്ട്ണർ ഹാർവിയോര. അപ്പോൾ നമുക്ക് നമ്മുടെ ഓണയാത്ര ഇവിടെ ആരംഭിക്കാം അല്ലേ? മാവേലി ഞാനും വന്നു. മാവേലി, നമ്മൾ ആരുടെ വീട്ടിലേക്കാ പോണേ? ആദ്യം എങ്ങോട്ടാ പോണേ? അതൊക്കെ പറയാം, നടക്ക്. അല്ല എന്നാലും ഒന്ന് പറയോ, എനിക്കൊരു ഏകദേശം ഒരു ഐഡിയക്ക്. മാവേലിക്ക് ഇവരുടെയൊക്കെ വീട്ടിൽ പോകാനുള്ള വഴി അറിയോ? പിന്നില്ലേ, എല്ലാവരും വീട്ടിൽ പോകാനുള്ള വഴി അറിയാം. ആണോ? സിനിമയൊക്കെ കാണാറുണ്ടോ? സിനിമ കാണാറുണ്ടെന്നോ? ഒരു ദിവസം 10 കാണാൻ കുറഞ്ഞത്. എങ്ങോട്ടാ ഓടുന്നേ? വേഗം വാ, സമയമില്ല. ഇവിടെ എന്തിനാ? ഇവിടെ എങ്ങോട്ട് ഓടാ? കാര്യമുണ്ടെന്ന്. ഇത് ഹോളിഡേ ഹോട്ടലാണ്. ഇവിടെ എന്ത് കാര്യത്തിനാ? എന്റെ പൊന്നെ, നമുക്ക് കുറെ സെലിബ്രിറ്റീസ് ഇല്ലേ? അതെ, അവർക്ക് കുറച്ച് സാധനങ്ങൾ കൊടുക്കണ്ടേ ഉച്ചക്ക്? അവർക്ക് കൊടുക്കണത് ഓണക്കോടിയൊക്കെ അല്ലേ? ഇനി ഹോളിഡേന് എന്ത് കൊടുക്കാനാ? സാധനങ്ങളൊക്കെ ഉണ്ടെന്നേ. എന്ത്? ഇത് ഓക്കെ, രേഷ്മയുടെ കട ഇത്. ഹായ് രേഷ്മ, ഇതെന്താ ഇവിടെ സംഭവം? ഇതൊക്കെ കൊണ്ട് കൊടുക്കാനുള്ളതാ. എന്താ രേഷ്മ ഇതൊക്കെ?
വാവ്, ഇതില് സദ്യയാണോ? ഇതൊക്കെ നമ്മുടെ സെലിബ്രിറ്റീസിന് കൊടുക്കാനാ? വാവ്, കൊള്ളാലോ. ഇത് കണ്ടോ നിങ്ങൾ? നല്ല വെയിറ്റ് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഇതില് ഫുൾ നമ്മുടെ സെലിബ്രിറ്റീസിന് കൊടുക്കാനുള്ള ഓണ സദ്യയാണ് ഹോളിഡേ ഇൻ വക. ഇത് ഹോളിഡേ ഇന്നിന്റെ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ആണ്. കണ്ടല്ലോ, ഹായ്, എന്തൊക്കെ ഐറ്റംസ് ആണെന്ന് നോക്കിയേ. ഇത് ഒരെണ്ണം ഞാനും കൊണ്ടുപോട്ടെ. അപ്പൊ ഇതൊക്കെ എങ്ങനെ കൊണ്ടുപോണേ? പിന്നെ ഇത് എന്തിനാ കൊണ്ടുവന്നത്? ഇത് ഞാൻ പിടിച്ചോളാം. അത് പിടിച്ചോ. ഇതൊക്കെ എന്താ രേഷ്മ? വാവ്, നല്ല വെയിറ്റ് ആണ് കേട്ടാ. കണ്ടാ, നമ്മുടെ സെലിബ്രിറ്റീസിനുള്ള ഹോളിഡേ ഇൻ ഹോട്ടലിന്റെ വക ഓരോരോ ഗിഫ്റ്റ് ഹാമ്പേഴ്സും സദ്യ ഐറ്റംസും. ഇതൊക്കെ വെക്കട്ടെ കൊടയിലേക്ക്. ആ പിക്കിളൊക്കെ നമുക്ക് കൊണ്ടാനാണോ? ഇതെല്ലാം കൂടെ താങ്ങുവോ? താങ്ങൂല, നല്ല അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഒരു കാര്യം ചെയ്യ്, തലയിലെ കിരീടം തൊപ്പിയൊക്കെ എടുത്ത് മാറ്റേ. ആണോ? കൂടി ഇരിക്കും. ആ തലയിലേക്ക് വെച്ചേരാ. തലയിലെ തൊപ്പി മാറ്റ്. വേണ്ട വേണ്ട വേണ്ട, കുറച്ച് കൈ പിടിച്ചോ. ഞാൻ പിടിക്കണോ? കുറച്ച് ഓഹോ, എനിക്ക് ഇതൊക്കെ ചുമക്കണല്ലേ. ശരി രേഷ്മ, താങ്ക് യു കേട്ടോ. സദ്യ ഞാൻ പിന്നെ വന്നെടുക്കാം. ഓക്കെ, അപ്പൊ ഇതൊക്കെ കൊണ്ടുപോട്ടെ. നമ്മൾ എങ്ങോട്ടാ പോകാൻ പോണേ? ആദ്യം എങ്ങോട്ടാ? വേണ്ടപ്പെട്ട ഒരാളുടെ വീട്ടിലേക്ക് തന്നെ അറിയും. ആരുടെ വീട്ടിലേക്ക്? അതൊക്കെ പറയാ, വഴിയെ പറയാ. ഒരു പിക്കിൾ എടുക്കാം. ആരുടെ വീട്ടിലേക്കാന്ന് അറിയുന്നില്ല, നമ്മള് പോവാണ്. ഇതൊക്കെ കൊടുക്കാം. മാവേലി, നമ്മൾ ഇവിടെ ഇത് ആരുടെ ഫ്ലാറ്റ്? ഇതെങ്കിലും ഒന്ന് പറയും. ഒരിക്കലും പറയില്ല. ഞാൻ എല്ലാവരുടെ അടുത്തും ഞാൻ ചോദിക്കുന്നുണ്ട് ആരുടെ ആരുടെന്ന്. ഒരു കാര്യവും ഇല്ലല്ലോ ചോദിച്ചിട്ട്. ഇതൊക്കെ ഞാൻ ചുമന്നോണ്ട് പോകുന്നില്ലേ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ. ആരുടെ അടുത്ത്? ഹലോ പ്രയാഗ. ഹലോ രമ്യ ചേച്ചി. ഇതാ മൈക്ക് വെച്ചോ. ഇത് എങ്ങോട്ട് പോയി? ഇങ്ങോട്ട് ഞങ്ങള് ഫ്ലാറ്റിലേക്ക് വരുവായിരുന്നല്ലോ. ഞാന് പെട്ടെന്ന് എന്റെ കുറച്ച് ഫ്രണ്ട്സുമായിട്ടുള്ള ഓണ പരിപാടികൾക്ക് വേണ്ടിട്ട് ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. ഓ, അപ്പൊ കറക്റ്റ് സമയത്ത് മാവേലി എന്നെ കൊണ്ട് ഇവിടെ എത്തിച്ചത്. ടൈമിംഗ് അറിയാം, അതുകൊണ്ടാ. ഇതൊക്കെയാണ് ടൈമിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നു, കാണേണ്ടവർ കണ്ടുമുട്ടും. ഇനി ഞാൻ ഈ ഗിഫ്റ്റ് തരട്ടെ. ഓണത്തിന്റെ ഇതായിട്ട് നമ്മൾ വന്ന്. വെരി സ്വീറ്റ് ഓഫ് യു. ഇത് പാം ട്രീയുടെ വക ഒരു ഓണം ഗിഫ്റ്റ് ആണ്. താങ്ക് യു. മാവേലി അങ്ങോട്ട് ചെന്നോളൂ, അവിടെ ചെല്ലൂ. നീ വാങ്ങിട്ട്. താങ്ക് യു. ഇതെല്ലാം കൂടെ എങ്ങനെ വാങ്ങിക്കും? ഇതും വാങ്ങിക്കണം. താങ്ക് യു മാവേലി, താങ്ക് യു സോ മച്ച്. ഹോട്ടൽ ഹോളിഡേ ഇൻ കൊച്ചിന്റെ വക അവരുടെ ഗിഫ്റ്റ് ആണ്. പായസമാണ് കേട്ടോ, 4 കൂട്ടം പായസം ഉണ്ട്. ഇതെല്ലാം കൂടി എന്ത് ചെയ്യും? ഞാൻ ഇത് ഇവിടെ വെക്കട്ടെ. എന്നാ ഇത് തിരിച്ച് മാവേലി പിടിക്കും. ആ, ഇനി അടുത്ത ഗിഫ്റ്റ് ഇതാ, തൊടുപുഴ മഹാറാണി വെഡിങ് കളക്ഷൻസ് നൽകുന്ന നല്ലൊരു. ഇത് ഞാൻ എവിടെ പിടിക്കുന്നുള്ള. ഇത് ഇതാ പായസം ഇതാ, ഞാൻ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. വെയിറ്റ് ഉണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇത് മഹാറാണിയുടെ ഗിഫ്റ്റ്. താങ്ക് യു സോ മച്ച്. അങ്ങനെ വെരി സ്വീറ്റ് ഓഫ് യു. നിങ്ങൾ ഈ ഓണം എന്നെ ഓർത്തതിൽ. ഞാൻ ആക്ച്വലി കുറച്ച് നാളായി സിനിമകളൊക്കെ ചെയ്തിട്ട് ഞാനൊരു ചെറിയ ബ്രേക്കിലായിരുന്നു. എങ്കിൽ പോലും കോൺഷ്യസ്ലി എടുത്ത ബ്രേക്ക് ആണോ? ഓഫ് കോഴ്സ് യെസ്. ആണോ? അതെന്താ അങ്ങനെ ഒരു പ്ലാനും ഇതൊക്കെ വരണേ? അങ്ങനെ എടുക്കണ വേണ്ട, അത് ഐ മീൻ സിനിമ ഇനി ചെയ്യില്ല എന്നൊന്നുമല്ല, തൽക്കാലത്തേക്ക് ഒരു ബ്രേക്ക് എടുത്തു എന്നുള്ളതാണ്. എടുക്കാമല്ലോ. ആരെങ്കിലും ഇവിടെ റൂൾ വെച്ചിട്ടുണ്ടോ ബ്രേക്ക് എടുക്കാൻ പാടില്ല? പിന്നെ ഇങ്ങനെ സിനിമ ചെയ്തുകൊണ്ടേയിരിക്കണം, പിന്നെ ഒരു വർഷം ഇത്ര സിനിമ ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര സിനിമയെ ചെയ്യാൻ പാടും, അങ്ങനെ ഒരു റൂളും ലോസ് ഒന്നും ഇല്ലെന്നാണ് എന്റെ ഒരു ധാരണ. അതെ, അത് നമ്മുടെ പേഴ്സണൽ ഇഷ്ടമാണ്. നമുക്ക് ജീവിക്കാനായിട്ടുള്ള എല്ലാ ഫ്രീഡം ഉണ്ട്. പേഴ്സണൽ ചോയ്സസ് എടുക്കാനുള്ള ഫ്രീഡം ഉണ്ട്. നമ്മളൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നവരാണ്, അങ്ങനെ വേണം ജീവിക്കാനും. അപ്പൊ ഞാൻ ബ്രേക്ക് എടുക്കുന്നത് ഒട്ടും ഒരു അത്ഭുതമുള്ള ഒരു കാര്യമല്ല. ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ബ്രേക്ക് എടുക്കണം. എനിക്ക് തോന്നുന്നു എന്റെ ലൈഫിൽ എടുത്ത ഏറ്റവും വലിയ നല്ല ഡിസിഷൻസിൽ ഒന്നാണ്. കുറെ പേര് പറഞ്ഞു പ്രൈം ഏജ് അല്ലേ, ആക്റ്റീവായിട്ട് ഇരിക്കേണ്ട സമയമല്ലേ കരിയറില്. ഞാൻ പറഞ്ഞു എനിക്കേ അറിയത്തുള്ളൂ എന്തിനാണ് ഞാൻ ഈ ബ്രേക്ക് എടുക്കുന്നത്. ആ ബ്രേക്ക് സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിലുണ്ടല്ലോ. ഇനി ഓണം പരിപാടി ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോവാണ്, സദ്യ കഴിക്കാൻ പോവാണെന്ന് അറിയാം. അപ്പോൾ യു ക്യാരി ഓൺ. താങ്ക് യു സോ മച്ച്. രമേശ് ചേച്ചി ഈസ് നോട്ട് ജസ്റ്റ് എന്താ പറയാ, ഒരു ഞങ്ങൾ മറ്റേ വർക്ക് കളീഗ്സ് ഒന്നും പറയാൻ പറ്റത്തില്ല. നിഖിലേട്ടൻ ആൻഡ് രമി ചേച്ചി എന്റെ പേരൻസിന് വരെ അറിയാം. ഇവരൊക്കെ ഒരുമിച്ച് പാർട്ടി ചെയ്തിട്ടുള്ളവരാണ്. ഇപ്പൊ ഐ പാർട്ടി വിത്ത് അച്ഛൻ്റെ അമ്മ ടൈം കഴിഞ്ഞിനി ഞങ്ങൾ പാർട്ടി ചെയ്യണം മോളുടെ കൂടെ. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ദിസ് ഓണം ഐ മീൻ ടു മൈ പ്ലേസ് ആൻഡ് വിഷിംഗ്. പൊതുവെ ഇന്റർവ്യൂ ഒന്നും അധികം കൊടുക്കില്ലല്ലോ പ്രയാഗ. ഇന്റർവ്യൂ ഒന്നുമില്ല. ഞാനിപ്പോ എന്താ വെച്ചാ അതുകൊണ്ടാണ് ഞങ്ങൾ എന്തുകൊണ്ട് ഇന്റർവ്യൂ കൊടുക്കുന്നില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഓണത്തിന് പ്രയാഗയുടെ അടുത്ത് എത്തണല്ലോ. പ്രയാഗ കുട്ടിക്ക് കുറച്ച് ഓണ സമ്മാനങ്ങളൊക്കെ കൊണ്ടുവരണല്ലോ എന്നോർത്തോട് ഓടി വന്ന് സമ്മാനങ്ങളൊക്കെ തന്നത്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എൻജോയ് യുവർ ലൈഫ്. Just keep going, കേട്ടോ. I wish you the same. Yeah. And happy Onam to all of you all. Yeah.
താങ്ക് യു. ഹാപ്പി ഓണം. എന്റെ പൊന്നു മാവേലി, സെലിബ്രിറ്റിനെ കാണിച്ചു തരാന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുവന്നിരിക്കുന്ന സ്ഥലമൊക്കെ കൊള്ളാം, നിറയെ മരങ്ങളും നല്ല ഭംഗിയുള്ള സ്ഥലം. പക്ഷെ ഇവിടെ ഏത് സെലിബ്രിറ്റിനെ കാണാനാ വന്നിരിക്കുന്നത്? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അത് പറയില്ല, ഗസ്റ്റ് ഇവിടെ ഉണ്ടെന്നേ. എവിടെയുണ്ട്? ഇവിടെ എന്തൊരു ഷൂട്ടിംഗ് നടക്കണ്ടോ ഇവിടെ? അതാണോ അവിടെയൊക്കെ ആൾക്കൂട്ടമൊക്കെ? ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്നിടത്ത് പോണതാണോ? ആ കാറ് കണ്ടോ? ആ കാറ് കണ്ടോ? ആ കാറിലുണ്ട് ഗസ്റ്റ്. കാറിനകത്തോ? കാറിലുണ്ട്. അതാരാ? ഓ, ഗ്രേസ് ആണോ? ഗ്രേസ്, ഹാപ്പി ആണോ? ഹാപ്പി ആണോ? How are you? Yeah, good. മാവേലി, ഹായ്. ദാ മൈക്ക് വെച്ചോ. ഓക്കേ, എവിടെയാ? അയ്യോ, മാവേലി ഇത് എങ്ങനെയാ കണ്ടുപിടിക്കണേ ഇവരൊക്കെ ഇവിടെ ഉണ്ടെന്ന്? എനിക്ക് പ്രത്യേകമായ ഒരു കഴിവുണ്ടല്ലോ. ആണോ? എവിടെയൊക്കെ നിൽക്കുന്നത്, എവിടെയൊക്കെ നമ്മുടെ ജനങ്ങൾ ഓരോരുത്തരും എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ അറിയാൻ പറ്റുമോ മാവേലിക്ക്? തീർച്ചയായിട്ടും. ആഹാ, കോമഡി ആയിട്ട് പറയുന്നത് വേറെ ഒന്നുമല്ല, എല്ലാരും ഭയങ്കര സീരിയസ് ആണല്ലോ ഈ പ്രശ്നം. അങ്ങനെയാണ് മാവേലി പറഞ്ഞ. നമ്മുടെ ഗ്രേസ് ഇപ്പൊ മലയാളത്തിലെ ഭയങ്കര ഡിമാൻഡ് ഉള്ള നായികയാണ്. ഗ്രേസിന്റെ ഈ വർഷം എങ്ങനെ ഉണ്ടാവും? സൂപ്പർ ആയിരിക്കും. ആ നാവ് പൊന്നാവട്ടെ അല്ലേ? അതുപോലെ പാട്ട് പാടിയാലോ, ഓണപ്പാട്ട്. മാവേലി തുടങ്ങോ? അതെ, ഞാൻ തുടങ്ങണ്ട. ഞാൻ ഒന്നിച്ച് പാടിക്കോളാം. ഞാൻ കേട്ട് പാടിയാലേ ശീലമുള്ളൂ. അപ്പൊ പാടാൻ പറ്റിയ പാട്ടൊക്കെ പഠിക്കും. ഏത് പാട്ടാ പാടണ്ടേ? ഏത് പാട്ട് അറിയാം? ഏത് പാട്ട് അറിയാം? മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തെങ്ങാർക്കുമൊട്ടില്ല താനും. ഞങ്ങൾക്ക് ഓണസമ്മാനൊന്നുമില്ലേ മാവേലി? ഓണസമ്മാനം കൊടുക്കാൻ വേണ്ടി കൈക്ക് തന്നെ. അപ്പൊ മാവേലി തന്നെ ആദ്യം കൊടുക്കും. കൊടുക്കാം. തൊടുപുഴ മഹാറാണി വെഡിങ് കളക്ഷൻസ് നൽകുന്ന നല്ലൊരു ഓണക്കോടി. സോ മച്ച്. ഇതാ നമ്മുടെ മൈൽ സ്റ്റോൺ ഇവന്റ്സ് നൽകുന്ന പാം ട്രീയുടെ വക മറ്റൊരു ഓണ സമ്മാനമുണ്ട്. താങ്ക് യു വെരി മച്ച്. ഞങ്ങൾ കൈവീശൊന്നുമല്ല, ഓണത്തിന് എല്ലാവർക്കും സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി അത് അവിടെ എവിടെയെങ്കിലും വെക്കാതെ പിടിച്ചുകൊണ്ടിരിക്കണ്ട. ഞാനിപ്പം ഒരു ഇത് കണ്ടു, ഗ്രേസ് ഇപ്പം വന്ന് ഇന്റർവ്യൂ കണ്ടു. ഇപ്പൊ റിലീസായില്ലേ ഈടെ? കണ്ടപ്പോ ഭയങ്കര ഇപ്പൊ അത് വൈറലായിക്കൊണ്ടിരിക്കില്ല ഇന്റർവ്യൂ. പക്ഷെ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഇപ്പൊ കൊടുത്തില്ലായിരുന്നു? ഓർമ്മയില്ല. നിന്റെ ഹെൽത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അത് കണ്ടപ്പോ ശരിക്കും ഞാനും കണ്ടപ്പോ എനിക്കും അതെ ഭയങ്കരമായിട്ടും അങ്ങ് ഇമോഷണൽ ആയി. അത് അറിഞ്ഞപ്പോ ഒരു ഓരോന്ന് ഇത് നീ പറഞ്ഞ ആ ഓരോന്ന് കേൾക്കുമ്പോ ഭയങ്കരമായിട്ടും ഒരു ഇതായി, ടച്ച് ചെയ്തു സംഭവം. അമ്മയുണ്ട്, തിരുവോണമായിട്ട് നിങ്ങൾ ഇങ്ങനെ ഷൂട്ടും കാര്യങ്ങളും ഇടയിൽ കിട്ടുന്ന സമയത്തിന് ഓടി വീട്ടിലേക്കും പോവുകയാണ്. ഒരുപാട് സന്തോഷം, ഓണാശംസകൾ. താങ്ക് യു വെരി മച്ച്. എല്ലാവിധ ഐശ്വര്യങ്ങളും നേരുന്നു എന്റെ കുട്ടിക്ക്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാവേലി. താങ്ക് യു വെരി മച്ച്. പുതിയ പുതിയ അവസരങ്ങൾ, പുതിയ പുതിയ കാണാൻ വന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു മൈൽ സ്റ്റോൺ. താങ്ക് യു. എന്റെ പൊന്നു മാവേലി, തിരുവോണം ആയിക്കൊണ്ടുള്ള വെയിലത്ത് തന്നെ എങ്ങോട്ടായി കൊണ്ടുപോണേ? നമ്മുടെ സിനിമ ഫാമിലിപ്പെട്ട വേണ്ടപ്പെട്ട ഒരാളാണ് ഇവിടെ ഉള്ളത്. വേണ്ടപ്പെട്ട ആൾക്കാരുടെ പോവുള്ളൂ, അതെനിക്കറിയാം. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്താണ് പോണത്. പക്ഷെ പേര് പറഞ്ഞു വിട്ടത് എത്ര നേരം നിങ്ങളുടെ പുറകെ ഞാൻ നടക്കണു. കറക്റ്റ് ഫ്ലാറ്റിലേക്കൊക്കെ ചെന്നാണ്. ഇത് ഇവിടെയാണ് ലിഫ്റ്റ്. മാവേലി എങ്ങോട്ടേ പോണേ? ഒരു ബോധമില്ല, ഒന്നുമില്ല. ഫ്ലാറ്റ് നമ്പർ വല്ലതും അറിയോ? എനിക്കും തെറ്റിപ്പോയി വഴി. ഞാൻ ഏത് ഫ്ലാറ്റ് എവിടെ പ്രസ് ചെയ്യണ്ടേ? മേളേക്കല്ല എന്തായാലും പോണ്ടത്. ഫ്ലാറ്റ് നമ്പർ അറിയോ? ഒരു ബോധമില്ലാത്തൊരു മാവേലിയും കൊണ്ടാണല്ലോ ഈശ്വര ഇന്നത്തെ തിരുവോണത്തിന് സെലിബ്രിറ്റീസിന്റെ അടുത്ത് പോണത്. ഫ്ലാറ്റ് ഏതാന്ന് അറിയോന്ന്? ആർക്കും കൊണ്ടേ കൊടുക്കുമെന്തോ. എങ്ങോട്ട് പോവാനാ? പോ. ഈ മീശ കൊള്ളാലോ മാവേലി. ഇത് പണ്ടുപോലുള്ളതല്ലേ മീശ? ആണല്ലേ? വളരില്ലേ? വളരെ ഇത്ര കറക്റ്റ് ആയിട്ടിരിക്കും. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. പക്ഷെ ഇത് എന്താ അവിടെ പട്ടിണിയാണോ? പിന്നല്ലാതെ. വയറൊക്കെ പോയി എത്തിയിട്ടാ? എത്തിയില്ല. അപ്പൊ 5th ഫ്ലോറിലാണ് എത്തിയിരിക്കുന്നത്. ഇത് ആരുടെ വീടാണപ്പാ? 5B. മാവേലിക്ക് എല്ലാം അറിയാം ആരെ കാണാനാ പോകുന്നതെന്ന്. അതെ. ഒന്ന് എന്നോട് പറയാ, ഇത്തിരി മനസാക്ഷി. സർപ്രൈസ് ആണ്, സർപ്രൈസ്. ഏത് ഫ്ലാറ്റാ? 5Aയോ 5Bയോ? അപ്പൊ ബെല്ലടിക്കണ്ടേ? എന്നാ മാവേലടിക്കേ. ഞാൻ മാറി നിക്കാം. മാവേലി ബെല്ലടിക്കും. മാവേലി ഹാപ്പി ആണെന്ന് പറയാൻ മറക്കണ്ട. ഇല്ല. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എന്താണ് പരിപാടി ഓണം ആയിക്കൊണ്ട്? ഇത് എന്ന് വന്നു? ആണോ? നമ്മള് അൻസിബയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇതാ അൻസിബ, മൈക്ക് വെച്ചോ ആദ്യം, എന്നിട്ട് പറയാം. മൈക്ക് വെച്ചോ.
ഓണം ആയിക്കൊണ്ട് ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട നടി അൻസിബയുടെ ലോകം എന്ന് പറയണത്. ഇവിടെ ഒറ്റയ്ക്കാണോ ഇന്ന് തിരുവോണം ആയിക്കൊണ്ടിരിക്കാൻ പോണേ? അല്ല എന്റെ ഉമ്മ അനിയത്തൊക്കെ ഉണ്ട്, ഒരു മുറിയിലുണ്ട്. ആണോ? അപ്പൊ നിങ്ങൾ സദ്യ വെച്ചോ? ഇല്ല, സദ്യ ഓർഡർ ചെയ്ത് കഴിക്കും. എവിടെ ഓർഡർ ചെയ്യുന്ന വേണ്ടത്? ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കുറെ സംഭവങ്ങളൊക്കെ. ഇത് പാം ട്രീയുടെ വക ഒരു ഓണം ഗിഫ്റ്റ് ആണ്. ഹോട്ടൽ ഹോളിഡേ ഇൻ നൽകുന്ന മറ്റൊരു ഓണം ഗിഫ്റ്റ് ഉണ്ട്. നല്ല വെയിറ്റ് ആട്ടാ. ഇവിടെ വെച്ചോ, കഴിഞ്ഞിട്ടില്ല. ഇനി ഇതാ തൊടുപുഴ മഹാറാണി വെഡിങ് കളക്ഷൻ നൽകുന്ന നല്ലൊരു ഓണക്കോടി. താങ്ക് യു സോ മച്ച്. ഹാർവിയോരുടെ വക ഒരു ഓണം ഗിഫ്റ്റും കൂടെ ഉണ്ട്. അതിപ്പോ പറന്നിങ് എത്തും കേട്ടോ. ഭയങ്കര ഗിഫ്റ്റ് ആയല്ലോ. എനിക്ക് എന്റെ ഓണത്തിന് ആദ്യമായിട്ടായിരിക്കും ഇത്രയും ഗിഫ്റ്റ് കിട്ടണത്. അത് ഗിഫ്റ്റ് തരുന്നത് കാരണം എപ്പോഴും മൈൽ സ്റ്റോൺ മേക്കേഴ്സ് അങ്ങനെയാണല്ലോ, എല്ലാത്തിലും ഒരു വെറൈറ്റി ഉണ്ടാവും. അതാണ് നല്ല വെറൈറ്റി ആയി. ഇനി വേറെ എന്തൊക്കെയാ ഓണം പരിപാടികൾ? ഇപ്പം അവിടെ സിനിമയിലേക്ക് ഇനി വീണ്ടും ബാക്ക് ടു സജീവമാവണോ? അതുകൊണ്ടാണ് ദുബായിൽ നിന്ന് എത്തിയത്? അതെ തീർച്ചയായിട്ടും. ഞാനൊരു മൂവി ഡയറക്ട് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ്. അപ്പൊ അതിന്റെ പ്രീ പ്രൊഡക്ഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാറായി. ഈ വർഷം എൻഡില് മൂവി സ്റ്റാർട്ട് ചെയ്യും. മാവേലി സിനിമ സംവിധാനം ചെയ്യാൻ പോവാണ്. മാവേലിക്ക് വല്ല ചാൻസ് പറയണം. അത് കൊള്ളാം അൻസിബ. കാര്യങ്ങളൊക്കെ അപ്പൊ ഓക്കെ ആയിട്ട് അതങ്ങ് പോണം. അപ്പൊ ഇനി ആർജെ പരിപാടി അതൊക്കെ ആർജെ പരിപാടി ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ടില്ല. ഞാനൊരു ലോങ് ലീവിലാണ്. അപ്പൊ ഞാൻ ബിഗ് ബോസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ലീവ് എടുത്തിട്ട് വന്നത്. പക്ഷെ അന്നേ ഞാൻ ലോങ് ലീവ് എടുത്തിട്ടാ വന്നത്. കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിന്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ ഇരിക്കണം എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പം സിനിമയും ഇതുമായിട്ട് ഇനി ദുബായിലേക്ക് അധികം ഉടനെ ഉണ്ടാവില്ല, ഇവിടെയൊക്കെ തന്നെ ഇവിടെ എന്തായാലും മൂവി കഴിഞ്ഞിട്ട് ഇനി ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ അതെന്തായാലും നമുക്ക് ഇനി അടുത്ത ഓണത്തിനുണ്ടാവോ എന്തോ മൂവി? അറിയില്ല, സിനിമ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ടൈം ഒന്നും നമുക്ക് വെക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും നമ്മൾ കൊണ്ടുവന്ന ഇതിനകത്ത് ഹോളിഡേ ഇന്നിന്റെ വക കുറെ നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ സദ്യ കഴിക്കുമ്പോ അതും കൂടെ ചേർത്ത് വെച്ച് തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ശരി ട്ടോ. ഹാപ്പി ഓണം. പിന്നെ നമ്മുടെ മൂവിയുടെ പ്രൊഡക്ഷനും എന്തെങ്കിലും അതിന്റെ ഒരു ഇവന്റും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അന്നേരം മൈൽ സ്റ്റോൺ ഇവന്റ്സിനെയും കൂടെ ഓർത്തോണം. ഉറപ്പായിട്ടും. മൈക്ക് തന്നാൽ ഞങ്ങൾ പൊക്കോളാം. ഞങ്ങൾക്ക് അടുത്ത ആളുടെ അടുത്ത് പോകണം. ശരി, ഓക്കെ. അപ്പൊ ശരി ട്ടോ, കാണാം. ബൈ 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 ബൈ. ഇതെന്താ മാവേലിയൊക്കെ ആയിട്ട് കുറച്ച് ഉത്തരവാദിത്തമൊക്കെ വേണ്ടേ? ഒരു ഉത്തരവാദിത്തം ഇല്ലല്ലോ. ഇത് എന്താ ഇത് അവിടെ നിലത്ത് കിടന്ന് കിട്ടിയത് എനിക്ക്? ഇത് ഇനി എന്തെങ്കിലും മറന്നു വെച്ചിട്ടുണ്ടോ? പൊന്നു മാവേലി, എന്റെ കൈ നിറയെ ഓണ സമ്മാനങ്ങൾ. നമ്മൾ ഇത് വന്നിരിക്കുന്നത് ഇപ്പൊ ഹോളിഡേ ഇന്നിന്റെ ഹോട്ടലിൽ തന്നെ വന്നിരിക്കുക. അത് ഏറ്റവും വലുത് ഹോളിഡേ ഇന്നിന്റെ ഗിഫ്റ്റും സാധനങ്ങളൊക്കെയാണ് കയ്യിലിരിക്കുന്നത്. പിന്നെ എന്തിനാ ഈ ഹോളിഡേ ഹോട്ടലിൽ വന്ന് മാത്രം? ഇത് റെസ്റ്റോറന്റ് ആണ്. ഇവിടെ ഏത് സെലിബ്രിറ്റിയാണ് ഈ റെസ്റ്റോറന്റിൽ ഈ സമയത്ത് ഇരിക്കുന്നത്? കാലിയാണ് മാവേലി, ഇവിടെ ഒന്നും ആരും ഇല്ല, ഫുൾ കാലിയാണ്. വേണേ മാവേലി സെലിബ്രിറ്റി മേളിലായിരിക്കും. ഇവിടെ ഷൂട്ടിന് വന്നിരിക്കുന്ന ആൾക്കാരാണല്ലേ, മേളിലെ റൂമിലായിരിക്കും. എവിടെ ഇതോ? രാജീവോ? മൈക്ക് വെച്ചോ, എന്നിട്ട് ഹാപ്പി ഓണം പറയാം. ഹാപ്പി ഓണം. ഈ മാവേലി എന്നെ പിന്നില്ലേ പൊക്കമുണ്ട് വണ്ണമുണ്ട്. ഞാനിപ്പോ എന്തായിരുന്നു? എന്താ കാര്യം? മാവേലി ഇവിടെ നിന്നു, മാവേലി ഇവിടെ നിന്നു. അല്ല, ഞാൻ പറയുന്നില്ല, ഏറ്റവും അസൂയ ഒറ്റ കാര്യത്തില്ല. എന്തിനാ? ഞാൻ ഇരുന്നോട്ടെ മാവേലി? അവിടെ ഇരുന്നോളി. ഇദ്ദേഹത്തിന്റെ ഈ ശരീരവും ഈ ബോഡി എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ഓർത്തിട്ട്. അത് മാവേലി അവർ കഷ്ടപ്പെട്ട് വർക്ക്ഔട്ട് ചെയ്തെടുക്കുന്ന ബോഡിയാണ്, അല്ലാതെ വെറുതെ മാവേലിക്ക് എന്താ പരിപാടി? എന്ത് ചോദിച്ചാലും പറയും പാതാളത്തിൽ എല്ലാ സിനിമ കാണിച്ചു തന്നു. ഈ സിനിമ മാത്രം കണ്ടോണ്ടിരുന്നിട്ടല്ലേ? ഇനി വേറെന്താ പുതിയ വിശേഷമൊക്കെ കേട്ടോ? അതൊക്കെ നിക്കട്ടെ. കല്യാണം പ്ലാൻ ഉണ്ട്. അതിങ്ങനെ സംസാരങ്ങള് ഇങ്ങനെ വീട്ടുകാരായിട്ട് നടക്കുന്നു. തീരുമാനിച്ചിട്ടില്ലേ? ഞങ്ങൾ അങ്ങനെയാണല്ലോ പറഞ്ഞേ. ഉണ്ട് ഡെഫിനറ്റ്ലി. കാര്യം ഞാനിങ്ങനെ ഈ കല്യാണം കഴിക്കണ്ടെന്ന് വിചാരിച്ച ഒരാളാണ്. മാവേലിനെ വിളിക്കില്ല, എന്നെ കിട്ടും. അല്ല, നിങ്ങളെ ഇന്റർവ്യൂ ഞാൻ കാണാറുണ്ട് കേട്ടോ. ഇനിയിപ്പോ എന്റെ ഇന്റർവ്യൂവിനും കൂടി ഏറി പോലെ. എനിക്ക് ഒരു താല്പര്യവുമില്ല. നിങ്ങൾ എന്റെ കൂട്ടുകാരന്റെ, നിങ്ങൾ എന്റെ സുഹൃത്തിന്റെ ഭാര്യയും കൂടിയാണ്. അയാൾ എന്നെ വിളിച്ചിട്ട് ചോദിക്കും, നീ എന്റെ ഭാര്യനെ ഏറി കയറ്റിയില്ലോടാ. എന്തായാലും വിളിക്കും. ഞങ്ങൾ നമ്പർ ഇറക്കി കോൺടാക്ട് ഞങ്ങൾ മെസ്സേജ് അയക്കാറൊക്കെ ഉണ്ട് വാട്സാപ്പിലൊക്കെ. എന്റെ സുഹൃത്താണ്, എന്റെ ഫ്രണ്ടിന്റെ വൈഫ്. എല്ലാം അറിയാം. നവംബറിലെ കല്യാണം. ഡേറ്റ് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. ഇല്ല, നവംബറിലാണ് പ്ലാൻ ചെയ്തേക്കണേ. ഇപ്പൊ സ്റ്റിൽ നവംബറാണ് പ്ലാൻ ചെയ്തേക്കണേ. അതെ, നവംബറിൽ എന്തായാലും നമ്മളെ
വഞ്ചൊന്നും ഇല്ല ഭായി. അയ്യോ ഒരു പെൺകുട്ടി. അതൊക്കെ ഉണ്ടെന്ന്. അയ്യോ എന്തൊരു എളുപ്പം. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, ഓണം ആയിക്കൊണ്ട് ഒരുപാട് നല്ല വിശേഷങ്ങളാണ് കേൾക്കാൻ പറ്റിയതും അറിയാൻ പറ്റിയതും. പൊതുവെ ഓണം എന്നൊക്കെ പറയുന്നത് നിങ്ങളും അവിടെ നന്നായിട്ട് ആഘോഷിക്കാറുണ്ട്. പെരുമ്പാവൂർ ഓണം ഒരു സമയത്ത് ഭീകരമായിട്ട് ആഘോഷിക്കുന്ന സ്ഥലമായിരുന്നു. വടംവലിയും കുടംതല്ലലും കസേരകളി സ്പൂൺ റൈസ് അങ്ങനെ പെരുമ്പാവൂർ ഇങ്ങനെ ഒരു ഒരു എന്താ പറയാ ഒരു പഞ്ചായത്ത് ഓണാഘോഷ പരിപാടി ഉണ്ടായിരുന്നു. പെരുമ്പ ടൗണിൽ തന്നെയാണ് താമസം. എന്റെ വീട് വല്ലത്തായിരുന്നു. അപ്പോ അത്ര ആഘോഷമുള്ള പക്ഷേ ഈ വർഷത്തെ കാര്യം എനിക്ക് അറിയില്ല. പക്ഷെ എന്റെ ജിമ്മിന്റെ ഓണാഘോഷ പരിപാടി ജസ്റ്റ് ഒന്ന് കഴിഞ്ഞോളൂ. ഇന്നലെ ആയിരുന്നു. അപ്പൊ ഭയങ്കര പരിപാടിയായിരുന്നു. നല്ല ഗംഭീര പരിപാടിയായിരുന്നു. അപ്പോൾ ഈ വർഷത്തെ ഓണം കൂടുതൽ മനോഹരമാക്കാൻ കൂടുതൽ കളർഫുൾ ആക്കാൻ മാവേലി തന്നെ കൊടുത്തോളൂ. അയ്യോ തൊടുപുഴ മഹാറാണി വെഡിങ് കളക്ഷൻസ് നല്ലൊരു ഓണക്കോടി. മഹാറാണി എനിക്ക് അറിയുന്ന നല്ല കളക്ഷൻ ഉള്ള സ്ഥലമാണ്. ആണല്ലേ, പോവാറുണ്ട്. കളക്ഷൻ ഇഷ്ടമായോ നോക്കിക്കേ. കൊള്ളാം. നല്ല ഷർട്ട്, തുറന്ന് കാണിച്ചേ. നല്ല ഷർട്ട്, നല്ല മുണ്ട്. ഷർട്ട് മുണ്ടും അല്ലേ ഇത് കണ്ടോ? സൈസ് ഒക്കെ കറക്റ്റ് ആവൂലോ അല്ലേ? എക്സൽ അല്ലേ അത്? അറിയില്ല. അതെ എക്സൽ ആണെന്ന് തോന്നുന്നു. സൈസ് കറക്റ്റ് ആവും. എക്സൽ നല്ലൊരു ഓണക്കോടി മുണ്ട്. ഇതാ നല്ലൊരു മുണ്ട്. ഇഷ്ടമായല്ലോ? താങ്ക് യു സോ മച്ച്. ഈ ഷർട്ട് ചേരും. താങ്ക് യു. ഇനി നമുക്ക് ഇതാ ഈ ഹോളിഡേ ഇൻ ഹോട്ടലിലാണ് വന്നിരിക്കുന്നത്. മാവേലി ഇത് കൊടുത്തോ, മാവേലി കൊടുത്തോ. നമ്മൾ ഹോളിഡേ ഇൻ ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഹോളിഡേ ഇൻ ഹോട്ടൽ തന്നെ നൽകുന്ന 4 കൂട്ടം പായസങ്ങളുണ്ട്. ഹോട്ടൽ ഹോളിഡേ ഇൻ കൊച്ചിന്റെ വക ഒരു ഓണ സമ്മാനം. ഇനി പാം ട്രീ നൽകുന്ന മറ്റൊരു ഓണ സമ്മാനം. ദൈവമേ, ഞാൻ ഇന്ന് വീട്ടിൽ പോകുമ്പോ ഞാൻ ഇന്ന് വണ്ടി വിളിക്കേണ്ട ഒരു ഓട്ടോറിക്ഷ വിളിക്കേണ്ട വരും. ഇനിയുണ്ട്. അയ്യോ അപ്പൊ ഓട്ടോറിക്ഷ മാറ്റി കണ്ടെയ്നർ വിളിക്കേണ്ടി വരും. ഇത് നമ്മുടെ ഹാർദിയോര് നൽകുന്ന നല്ലൊരു അഡീനിയം പ്ലാന്റ് ആണ്. ഇത് എന്റെ ഉമ്മാക്ക് ഇഷ്ടപ്പെടും. കാര്യം 5 സെന്റ് മൊത്തം ചെടികളും പൂച്ചകളും അങ്ങനെയുള്ള ലവ് ബേർഡ്സ് അക്വേറിയം എല്ലാ പരിപാടി. എന്റെ ഉമ്മ ഇപ്പോ ജോലിക്കൊന്നും പോവാതെ ഇങ്ങനെയുള്ള പരിപാടി ചെയ്യണം. നല്ല കാര്യം. അപ്പൊ ഉമ്മയ്ക്ക് ഈ പായസം കൊണ്ടു കൊടുക്കണം. ഇതൊക്കെ ഇഷ്ടപ്പെടും. ഇതെല്ലാം ഉമ്മ യൂട്യൂബ്. കാര്യം എനിക്ക് ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ഉമ്മ യൂട്യൂബ് എടുത്തിട്ട് എന്റെ ഈ അപ്ഡേഷൻ എല്ലാം നോക്കിട്ട് നീ എന്തിനാ അങ്ങനെ പറഞ്ഞേ, നീ എന്തിനാ ഇങ്ങനെ പറഞ്ഞ, അതൊക്കെ ചോദിക്കും. അത് ഈ മൊബൈൽ എടുത്ത് കൊടുത്തിട്ട് മൊബൈൽ വീട്ടിൽ TV എല്ലാം ഇങ്ങനെ പഠിച്ചു. ഞാൻ ഇത് പഠിപ്പിച്ചാണ്. നമ്മളെപ്പോഴും നമ്മുടെ അമ്മമാരെയൊക്കെ പിന്നെ അവരൊക്കെ ഇതൊക്കെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഇങ്ങനത്തെ TV വരും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മൊബൈലിൽ വരും എന്നൊന്നും അവർ വിചാരിച്ചിട്ടുണ്ടായില്ല. നമ്മൾ പിന്നെയും കുറച്ചുകൂടി ചിന്തിച്ചിട്ടുണ്ട്. അവരൊക്കെ ചെറിയ ലോകമായിരുന്നു അമ്മമാരുടെയൊക്കെ അല്ലെ. ഈ കിച്ചണും നമുക്ക് വേണ്ടി രാവിലെ ഭക്ഷണം ഉണ്ടാക്കി സ്കൂളിലേക്ക് വിടുക, അവർ ജോലിക്ക് പോവുക, വൈകുന്നേരം വരുമ്പോ നമ്മുടെ ഡ്രസ്സ് കഴുകുക. അപ്പൊ ഞാൻ ഭയങ്കര ഇങ്ങനെ ചിന്തിക്കാറുണ്ടെന്നേ അമ്മമാരുടെ കാര്യം. അവർക്കിപ്പോ ഭയങ്കര നിങ്ങളൊരു അമ്മയാണല്ലേ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാനത് ഇങ്ങനെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തിനീ ചെന്ന് എനിക്കുണ്ടല്ലോ ഇതെല്ലാം ചെയ്യാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെയാണ് അമ്മമാരെന്ന് പറഞ്ഞാൽ മൾട്ടി ടാസ്കിങ് ആണ്. അതൊക്കെ നമ്മൾ സ്നേഹത്തോടെ ദൈവമാണെന്നോ ഞാൻ വിശ്വസിക്കുന്ന. എന്റെ ഉമ്മ എനിക്ക് ദൈവത്തെ പോലെയാ. അത് ഞാൻ എന്റെ കൺമുമ്പിൽ കാണുന്ന ഒരു ദൈവ എനിക്ക് ജന്മം നൽകി മാതാപിതാ ഗുരു ദൈവം. അത് കറക്റ്റ് അതാണ്. അപ്പോ എല്ലാവിധ ഓണാശംസകളും നേരുന്നു. ഉമ്മയ്ക്ക് പ്രത്യേകം ഞങ്ങളുടെ വക അന്വേഷണം ഓണാശംസകൾ. നിങ്ങൾക്കും എല്ലാവർക്കും ഹാപ്പി ഓണം. കല്യാണത്തിന്റെ വിളി ഞങ്ങൾ ഇപ്പോഴേ സ്വീകരിച്ചു. അപ്പോൾ എന്തായാലും ഞാൻ വിളിക്കും. കാര്യം ഞാൻ നിങ്ങളെ വിളിക്കും. നിങ്ങളെ ഫാമിലി അടക്കം വിളിക്കും. എന്റെ സുഹൃത്താണ് ഞാൻ പറഞ്ഞല്ലോ. എന്തായാലും വിളിക്കും. നിങ്ങൾ എന്തായാലും നിങ്ങൾ മക്കളെ കൂടി വരണം. ലാസ്റ്റ് ഞാൻ കല്യാണത്തിന് നമ്മൾ കണ്ടത്. അപ്പൊ ഓക്കെ, താങ്ക് യു. നിങ്ങളും വരണം. നവംബറിൽ എന്തായാലും വരാൻ പറ്റുമോ? ലീവ് എടുത്തിട്ട് നോക്കട്ടോ. പാതാളത്തിന് വരണം. അപ്പൊ കല്യാണ പരിപാടി എല്ലാം പ്ലാൻ ചെയ്യുന്നതേ ഉള്ളൂ, എല്ലാം ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കല്യാണമൊക്കെ ഏൽപ്പിക്കാനായിട്ട് നമ്മുടെ മൈൽ സ്റ്റോൺ ഇവന്റ്സിനെ അങ്ങ് ഏൽപ്പിച്ചാൽ മതി. അവർ കല്യാണം വളരെ ഭംഗിയായിട്ട് അങ്ങ് എടുത്ത് ഡിഫറെന്റ് കോൺസെപ്റ്റോട് കൂടി തന്നെ നിങ്ങളുടെ കല്യാണം റെഡിയാക്കി അങ്ങനെ തരും കേട്ടോ. ഡിഫറെന്റ് ആയിട്ട് നല്ല സൂപ്പർ ആയിട്ട് ചെയ്തു തരും. അപ്പോൾ കല്യാണം ഇനി എൻഗേജ്മെന്റോ ഉറപ്പിലൊക്കെ എല്ലാം കഴിഞ്ഞു. കഴിഞ്ഞോ? എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞു. അത് ഞാൻ ഫോട്ടോ ഒന്നും ഇട്ടിട്ടില്ല. കാര്യം എനിക്കെല്ലാം എക്സ്പീരിയൻസ് ആണ്. ലൈഫിൽ കിട്ടുന്ന എക്സ്പീരിയൻസുകൾ നമ്മളെല്ലാം പഠിപ്പിക്കുന്നതാണ്. കാരണം നമ്മൾ മിറർ പോലെയാ എനിക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എല്ലാം വളരെ കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്തു. എൻഗേജ്മെന്റ് പരിപാടി ഒക്കെ കഴിഞ്ഞു. അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ചെറിയൊരു പരിപാടി. കല്യാണം ഗംഭീര പരിപാടി. ഗംഭീരം. അപ്പൊ ശരി, ഓക്കെ. എന്നാ അപ്പൊ ഇനി യാത്രയില്ല, ഓണാശംസകൾ. ഞങ്ങൾ പോട്ടെ, ഇനി അടുത്ത ആളിലേക്കും കൂടെ പോവാനുണ്ട്. ഓക്കെ, നടക്കട്ടെ. താങ്ക് യു. ഹാപ്പി ഓണം. പ്രാർത്ഥിക്കണം. അവനെ കൂടെ എടുക്കാം. പോവാന്നാ. മഴയൊക്കെയാണ്. അതെ, മഴ വെയിലാലും ഈ സാധനം കയ്യിൽ വേണം. അതെ. അപ്പൊ ശരി, താങ്ക് യു. ഓക്കെ, ബൈ ബൈ.
വിഷുവിനും എറണാകുളത്തെ കുറേ ഏരിയ കൂടെ ഞാൻ കറങ്ങി. ഇന്ന് ഓണത്തിന് തന്നെ മാവേലി ഏതൊക്കെ ദിക്കിൽ കൂടെയാ കൊണ്ടുപോകുന്നത്. ഇന്നിപ്പോ നല്ല കുറെ ചെടികളൊക്കെ ഉള്ള നല്ലൊരു ഫ്ലാറ്റിലൊക്കെയാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് മാവേലിയുടെ മുഖത്ത് ഭയങ്കര തെളിച്ചും ഭയങ്കര ചിരി ഇവിടെ വന്നപ്പോഴത്തേക്ക്. എനിക്ക് ഇഷ്ടമുള്ള ഒരാളടുത്ത് ഞാൻ വന്നേക്കാം. മാവേലിക്ക് ഇഷ്ടമുള്ള ആളെ കാണാനോ? അന്ന് അതെങ്ങനെയാണ് എന്നോട് പറ. മാവേലിക്ക് ഇഷ്ടം ആരെയാ? മാവേലി സിനിമ കാണാറുണ്ട് ഇപ്പൊ? പിന്നില്ലേ. അപ്പൊ ഇവരുടെ സിനിമ എല്ലാം കാണാറുണ്ട്. ഞാനത് പറഞ്ഞോളാം കേട്ടോ. ആണോ? എന്നാ ഞാൻ ബെല്ലടിക്കട്ടെ. മാവേലിക്ക് ഇഷ്ടപ്പെട്ട ഒരു താരത്തിനെ കാണാനാണ് നമ്മളിപ്പോ എത്തിയിരിക്കുന്നത്. ആരാണ് ആ താരം? ദേ നോക്കാം. എന്നാ മാവേലി തന്നെ നോക്കിക്കോ ആദ്യം. ഞാൻ ഈ സൈഡിൽ ഇവിടെ ഒതുങ്ങി നിൽക്കാം. ശരി, വരുന്നില്ല. ആയിക്കോട്ടെ. മാവേലിയായി, മാവേലിയുടെ ഫ്രണ്ടായി. എന്താ മാവേലിയുടെ ഫ്രണ്ട് തുറക്കാത്തത്? ഒരെണ്ണം അടിക്കണോ? അവര് ചീത്ത വിളിക്കോ? അതേ തുറന്നു. ആരാ മാവേലിയുടെ ഫ്രണ്ട്? ആരാ മാവേലിയുടെ ഫ്രണ്ട്? മൈക്ക് വെച്ചോ? വെച്ചു. വരൂ. മാവേലിയുടെ ഫ്രണ്ടിന്റെ വീടാന്ന് പറഞ്ഞു. ആണോ? ആരുടെ ഫ്രണ്ട്? എന്റെ ഫ്രണ്ടാണ്. മാവേലിയുടെ ഫ്രണ്ട് അത്ര? അത് ശരി. അതെ ഞങ്ങള് ഒരുമിച്ച് ഓക്കെ അങ്ങോട്ട് പോ. വരൂ. യെസ്, ഇതാണ് എന്റെ സന്തോഷം. എന്റെ സന്തോഷം മനസ്സിലായി. പിന്നെ സന്തോഷം മനസ്സിലായി. നല്ല തെളിച്ചുള്ള സ്ഥലം അല്ലേ? മാവേലിയുടെ ഫേവറേറ്റ് ഇരിക്കും. ഞാനാ പറയണ ഇരിക്കാൻ. അയ്യോ പറഞ്ഞില്ല. എന്തായി? ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ മാവേലിയൊക്കെ വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഫ്ലാറ്റുകാർക്ക് ഇങ്ങനെ മാവേലിനെ കാണാൻ വല്ല ചാൻസും കിട്ടാറുണ്ടോ? അതുകൊണ്ട് ഫ്ലാറ്റിലൂടെ പണ്ട് വീട്ടിലൊക്കെ വരുമായിരുന്നു എല്ലാ ഓണത്തിനും. ആണല്ലേ? ആ ഉണ്ണിയപ്പം എടുത്തോണ്ട് പോയില്ലേ? മാവേലി അങ്ങനെയൊക്കെ അല്ലേ പറയാ. അപ്പൊ ശരിക്കും നീ ഇങ്ങനെ അത്തപ്പൂക്ക് എപ്പോഴും ഇടാറുണ്ടോ ചെറുപ്പത്തിൽ? അപ്പൊ ആണോ? അത്ത മുതൽ 10 ദിവസം എല്ലാ ദിവസവും ഇടും. ഇട്ടിട്ട് സത്യം ഞാൻ പറയാം, ഞാൻ ഇത്ര സ്ഥലങ്ങളൊക്കെ പോയല്ല, എനിക്ക് ഏറ്റവും സന്തോഷമായിട്ട് ഇവിടെ വന്നപ്പോൾ അതെന്താ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അനന്യോ? ഞാൻ ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട്. ആണോ? അവിടെ അങ്ങനെ കാണാൻ പറ്റൂല തിയേറ്ററിൽ. ഒരുപാട് പടങ്ങൾ കണ്ടു. പിന്നെ അവസാനം കണ്ടത് എല്ലാ സിനിമയും കാണും. അപ്പൻ ലാസ്റ്റ് അതെ ഞാൻ 10 പ്രാവശ്യം കണ്ടത്. മാവേലി കൊള്ളാലോ. പിന്നില്ലേ, അതിലേക്ക് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ഞാൻ ധൈര്യമായിട്ട് ഞാൻ ആദ്യം ഹോളി മേടിച്ചു. ആണല്ലേ? അതെ. അത് ശരി. ഞാനാണെങ്കിൽ ഞാൻ പോവാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കാ. ഒന്നും വയ്യ ചേച്ചി, ഞാൻ അങ്ങ് പോവാന്ന് വിചാരിച്ചു. ഇങ്ങനെയാണോ പോകാൻ പോണേ? സെറ്റ് കൊണ്ട് കൊടുക്കുന്നില്ലേ? അതൊക്കെ കൊടുത്ത് ഫോട്ടോ ഒക്കെ ഇട്ടു. എന്നാ ഒരു കാര്യം ചെയ്യും, നമുക്ക് ഈ ഓണക്കോടി എടുത്തോണ്ട് പോവാം. ഓണം ഇത് കൊടുത്തിട്ട് പോണം. ഇത് കൊടുത്തിട്ട് ശരി നമ്മുടെ തൊടുപുഴ മഹാറാണി വെഡിങ് കളക്ഷൻസ് നൽകുന്ന നല്ലൊരു ഓണക്കോടി. താങ്ക് യു. ഓണക്കോടി ഇഷ്ടമായി നോക്കിക്കേ. ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ എന്താ? അങ്ങനെയൊന്നുമില്ല, എല്ലാം ഇഷ്ടമാണോ? പിന്നെ എന്നാ ഇത് ഇഷ്ടമായി നോക്കിയേ. ബ്ലാക്കോ? ഇല്ലെങ്കിൽ ഏത് കളറുള്ളേ ഒന്ന് പറഞ്ഞു. എനിക്ക് വയലറ്റ് മതി. എന്നാ ഞാൻ ഇതൊക്കെ കൊണ്ടുപോവാ, ഞാൻ ഇതൊക്കെ എടുത്തേക്കോന്ന് പറയില്ല. അതേതോ അവസ്ഥ, അല്ലാതൊന്നുമില്ല. ഭംഗിയുണ്ടാവുന്നു, നല്ല രസമുണ്ടോ നോക്കട്ടെ വെച്ചിട്ട്. ഞങ്ങൾ ഇതാ ഓണക്കോടി. നല്ലതാ. ഇത് ബ്ലൗസ് പീസ്. ഇതാണ് അതെ, നല്ല ഇന്നും അതെ. ഇതുടുത്ത് ഇന്ന് അമ്മുമ്മയുടെ ബ്ലൗസ് ഇതേപോലെ. അപ്പൊ ഇതെടുത്തിട്ട് പോയിക്കോന്നേ. പിന്നെ ഒരു ഓണം സമ്മാനം കൂടെ തരാം. അവിടെ പോകുമ്പോ കൈ വീശി പോകണ്ട. മാവേലി കൊടുക്കൂ. മാവേലിയുടെ വക. ഹോട്ടൽ ഹോളിഡേ ഇൻ നൽകുന്ന ഒരു ഓണം ഗിഫ്റ്റ് ആണ്. 4 കൂട്ടം പായസമാണ് ഇതിനകത്ത്. അവിടെ ചെന്നിട്ട് പറയാ അമ്മ ഇത് ഞാൻ കവറൊക്കെ മാറ്റും. ഹോളിഡേക്കാര് അവിടെ ചെല്ലുമ്പോ അതൊക്കെ മാറ്റിട്ട് കഷ്ടപ്പെട്ട് ഇത്ര വൈകിയത് എന്താന്നറിയോ? ഇതാ ഏത് പായസം ഉണ്ടാക്കാൻ. അങ്ങനെ മറ്റേ പായസം ഇല്ല അല്ലേ? ഏത് പായസം? ഇല്ല, കൂട്ടു പായസം ഇല്ല. ഇതിനകത്ത് പാലടയുണ്ട്, പാൽപ്പായസം ഉണ്ട്, പരിപ്പ് പായസം ഉണ്ട്, പിന്നെ പൈനാപ്പിൾ പായസം ഉണ്ട്. പൈനാപ്പിൾ പായസം 4 കൂട്ടം അങ്ങനെയാണ്. അപ്പം അങ്ങനെയൊക്കെ നടക്കട്ടെ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാം. ഞാനും അങ്ങോട്ട് ഇറങ്ങും. അതെ, അവിടെ എല്ലാവരുടെ അടുത്തും ഞങ്ങളുടെ അന്വേഷണം പറയാം, ഓണാശംസകൾ പറയാം. സാരി ചുളിക്കുന്നില്ല, ഈ സാരി ഉടുത്തോണ്ട് തന്നെ പോയി നല്ല സുന്ദരിയായിട്ട് എല്ലാവരുടെ അടുത്തും ഹാപ്പി ഓണം പറയും. ഓക്കെ, ഇതിന് ബെഡ്റൂമിൽ മടക്കുന്നതായിരിക്കും നല്ലത്, ആരോഗ്യത്തിന് നല്ലത്. അതഴിഞ്ഞു പോയി. ഓക്കേടാ. അപ്പൊ ശരി, അപ്പൊ ക്യാരി ഓൺ. അപ്പൊ ഹാപ്പി ഓണം.
ഹാപ്പി ഓണം. താങ്ക് യു. നന്നായിട്ടിരിക്കും, ആ, ചേച്ചി. സുഖായിട്ടിരിക്കും. അപ്പൊ ഹാപ്പി ഓണം മാവേലിക്കും ചേച്ചിക്കും ഹാപ്പി ഓണം. മാവേലിയുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഹാപ്പി ഓണം. പാതാളത്തിൽ കൊട. വെച്ചിരിക്കാം. ആണോ? കൊട എടുക്കുന്നില്ലേ? ഇത് പറഞ്ഞിട്ട് ഞാൻ പുറകിൽ പോയി എടുത്താൽ മതിയല്ലോ. ഓ അങ്ങനെ. ശരി, മാവേലി ഇവിടെയൊക്കെ കൂടാൻ തോന്നുന്നു. മാവേലി അനന്യ വീട്ടിൽ പോവാ. അതെ. പോരെ? ഇത് പോരെ? പോയേക്കാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു കേട്ടോ. ശരി. മാവേലി, ഇതിപ്പോ നമ്മുടെ 6ന്റെ ഫ്ലാറ്റിലാ ഇപ്പൊ എത്തിയിരിക്കുന്നത്. ഞാൻ പറയില്ല, ഞാൻ ഒരിക്കലും പറയില്ല. മാവേലിയോട് ചോദിച്ചിട്ടേ ഒരു കാര്യമില്ല. മനസ്സിലായില്ല? മൈക്ക് വെച്ചോ? മനസ്സിലായി. ദീപ്തിയുടെ ഫ്ലാറ്റിലായിരുന്നു നമ്മൾ എത്തിയേ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഇത് ഓണം ആയിക്കോട്ടെ. എങ്ങോട്ടാ? ഹാപ്പി ഓണം. ഇപ്പൊ ഞാൻ ഓണത്തിന് വേണ്ടി വീട്ടിൽ പോവുകയാണ്. വീട്ടിൽ പോകണം. ഓ, ബോംബെക്ക് പോവാണോ? അതെ അതെ. ഓ, ഓണം ഹോളിഡേസ് അവിടെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. with mom and dad. ഓ, ഓക്കെ, ഗുഡ്. ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല. ആ, അപ്പൊ എന്നാ ഇനി നമുക്ക് കൊടുക്കണം കേട്ടോ. നെക്സ്റ്റ് ടൈം മൈൽ സ്റ്റോൺ വരുമ്പോ ഞങ്ങൾ നുറുക്കു പൈസ വാങ്ങി I want good skin. ഗുഡ് സ്കിൻ. നല്ല സൗന്ദര്യമായിട്ട് നല്ല കൂൾ ആയിട്ട് നിൽക്കും. അപ്പൊ എന്നാ യു ക്യാരി ഓൺ. അപ്പൊ ബോംബെക്ക് പോവല്ലേ, ഓൺ ദ വേ അല്ലേ? അപ്പൊ യു ജസ്റ്റ് ക്യാരി ഓൺ. അപ്പൊ ഐ സീ യു ദെൻ. താങ്ക് യു സോ മച്ച്. Happy ഓണം. ഹാപ്പി ഓണം. Thank you. Happy ഓണം. ക്യാരി ഓൺ ദെൻ. ഓക്കെ, ബൈ. എന്റെ ബൈക്ക് തരുമോ? അല്ലേ? ഓക്കെ, യു ക്യാരി ഓൺ. ബൈ ട്ടോ. ഐ സീ യു. ഹാപ്പി ഓണം. യാ ബൈ. അപ്പൊ അത് കുടിച്ചാ എന്നെ പോലെ ആവുന്നല്ലേ? ആ, ആവുമല്ലേ? പിന്നെന്താ, അതൊക്കെ ആയിക്കോളും. ആയിക്കോളും. നോക്കാം. നോക്കാം. ഇത് 6ന്റെ വീടാ മാവേലി? ഇത് എവിടെയാ നമ്മള് വന്നിരിക്കുന്നത്? രമ്യൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരാളാ. ഏ? കുക്കിംഗ് ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിലെ ആളോ? അതെ 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 അതെ. ഒന്ന് ഓർത്തോക്കെ. കുക്കിംഗ് ചെയ്തിട്ടുണ്ടെന്നോ? ഒന്ന് ഓർത്തോക്കെ. എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇവിടെ ഒന്നും ഒരു ബോർഡും ഇല്ലല്ലോ. 6ന്റെ വീടാ അത്? ഒരു പിടുത്തവും കിട്ടുന്നില്ല. നന്നായിട്ട് പരിചയമുള്ള ആളാ. എനിക്ക് നന്നായിട്ട് പരിചയമുള്ളോ? അതെ. ഒരു ക്ലൂ താ മാവേലി. ഞാൻ പറഞ്ഞ കുക്കിംഗ് ചെയ്തിട്ട്. വേറൊരു ക്ലൂ കൂടെ പറയൂ. വേറെ ഒന്നും ഈ പറയാൻ മാവേലി എന്നെ ഒരു രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നില്ല കേട്ടോ. ഫുൾ എനിക്കിട്ട് ഇങ്ങനെ പണി തരാൻ വേണ്ടിട്ട് വന്നിരിക്കുന്ന പോലെ ഉണ്ടല്ലോ. അത് കറക്റ്റ് ആണല്ലോ. ആ, ഹാപ്പി ഓണം. മൈക്ക് വെക്കേ. ഹാപ്പി ഓണം. ഹായ്. ഹാപ്പി ഓണം. വിളിച്ചു പറഞ്ഞിട്ടൊക്കെയാണ് ഓണത്തിന്റെ ഗിഫ്റ്റ് കൊണ്ടൊക്കെ വരുന്നത്. ആ, ഇത് വിളിച്ചറിയിക്കാൻ പാടില്ലല്ലോ. നമ്മൾ സർപ്രൈസ് ആണല്ലോ. സർപ്രൈസ് ആണല്ലോ വേണ്ടത്. ആ, വേണ്ടത്. അതെ അതെ. എന്നാ ഞങ്ങൾ ഉള്ളിലേക്ക് കയറട്ടെ. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഞങ്ങൾ ഉള്ളിലേക്ക്. സദ്യയൊക്കെ കഴിച്ചു. ഞങ്ങൾ സദ്യ കഴിച്ചു. സമയത്ത് ഞങ്ങൾ വന്ന് കേറി. അതെ അതെ അതെ. നിങ്ങളെ കണ്ടിട്ട് വാചന പേടിച്ചു മാറിപ്പോയി. ആണോ? അതുകൊണ്ട് പേടിച്ചോടി പോയോ? നിങ്ങൾ ഊണ് കഴിച്ച് കഴിഞ്ഞിട്ട് കിടക്കുമായിരിക്കും എന്ന് വിചാരിച്ച് സദ്യയൊക്കെ കഴിച്ചിട്ട് കിടക്കാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നമ്മളിപ്പോ ഊണ് കഴിഞ്ഞ് കിടക്കുന്ന സമയമൊക്കെയാണ്. പക്ഷെ തിരുവോണത്തിന്റെ അന്ന് ഞങ്ങളൊക്കെ ഊണ് കഴിച്ചത് ജസ്റ്റ് ഒന്ന് ഞങ്ങളുടെ കസിൻ ഉണ്ട് ഇവിടെ. ജസ്റ്റ് ഒന്നും പോലെ വിചാരിച്ചൊന്ന് ഇറങ്ങിയപ്പോ നിങ്ങളൊരു വാക്ക് പോലും പറയാൻ വന്നിരിക്കുന്നത്. കറക്റ്റ് സമയത്താണ് ഞങ്ങൾ വന്ന് കേറിയത്. ഈ മാവേലി എന്നോടും പറഞ്ഞില്ല പൊന്നമ്മ ചേച്ചിയുടെ വീട്ടിലേക്കാ വരുന്നത്. ആണോ? അറിയില്ല. ആണോ? മാവേലി വന്ന് കേറിയതൊക്കെ ഈ വർഷം എനിക്ക് വർഷം മോശമാണെ മാവേലിയെ പിടിക്കൂലേ. അത് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. മാവേലിയുടെ അടുത്ത് നല്ലതാണേലും മാവേലിയോട് പറയണത്. നല്ലതാണെങ്കിലും ഞാൻ മാവേലി അവിടെ ഞാൻ വന്ന് എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ അവിടെ വന്ന് കണ്ടിരിക്കും. വീണ്ടും അപ്പോൾ ഓണമൊക്കെ ഗംഭീരമായിട്ട് നടക്കല്ലേ? അതിന്റെ കൂടെ കൂടുതൽ സന്തോഷമാക്കാൻ, ആഡംബരമാക്കാൻ ഹോട്ടൽ ഹോളിഡേ ഇൻ കൊച്ചിൻ നൽകുന്ന ഗിഫ്റ്റ് ആണ് ഓണം ഗിഫ്റ്റ്. ഓണം എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാദ്യം ആദ്യം വരിക? പ്രത്യേകിച്ച് ഹോട്ടൽ. യെസ്, പായസമാണ് ഹോളിഡേ ഇൻവിന്റെ. ഇനി ഇത് ബാബു ചേട്ടൻ വാങ്ങിച്ചോളൂ. പാം ട്രീയുടെ വക നല്ലൊരു ഓണം ഗിഫ്റ്റ്. ഇനി അതെ, ഓണാശംസകൾ. ഞങ്ങളെ പറഞ്ഞു വിടല്ലേ, ഞങ്ങൾ ഇപ്പൊ പോകുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. പറയാം. പക്ഷെ തന്ന സാധനം തിരിച്ചു വാങ്ങാതെ ഞാൻ ഇതെങ്ങനെയാ തരുന്നത്? ഇവിടെ വെക്ക് ചേച്ചി. ഇങ്ങോട്ട് വെക്കട്ടെ. ഇരുന്ന് പായസം കുടിക്കുകയും ചെയ്യാലോ. ഇനി ഒരു ഓണം ആയിക്കൊണ്ട് കൈ വീശി ഞങ്ങൾ എങ്ങനെ വരും? ഒരു ഓണക്കോടിയൊക്കെ തരണ്ടേ? തൊടുപുഴ മഹാറാണി വെഡിങ് കളക്ഷൻസിന്റെ നല്ലൊരു ഓണക്കോടി. ഓ, താങ്ക് യു സോ മച്ച്. ഈ പ്രാവശ്യം ഓണത്തിനൊക്കെ ചേച്ചിക്ക് ഇവിടെ വരും. അതെ, ഇവിടെ ഇരിക്കും. ഈ വർഷം ചേച്ചിക്ക് ഓണത്തിന്റെ പരിപാടികളൊക്കെ ആയിട്ട് ഉണ്ടാവില്ലേ? അപ്പൊ പോകുമ്പോൾ ഈ ഓണക്കോടിയൊക്കെ കൊടുത്ത് നല്ല സുന്ദരിയായിട്ട് പോവാം. തീർച്ചയായും കേട്ടോ? തീർച്ചയായും. അപ്പോൾ ശരി, ഞങ്ങൾ എന്നെ ഇറങ്ങാ, നിങ്ങളും ഇറങ്ങിക്കോളൂ. നമുക്ക് ഇനി വീണ്ടും കാണാം. നമുക്ക് ഇനി ഫ്ലോറിൽ ഇന്റർവ്യൂ ഒക്കെ ആയിട്ട് കാണാം കേട്ടോ. തകർക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി
ഓണാശംസകൾ. ഓണാശംസകൾ. ആ